ഇല്ല സുരാജ് പറഞ്ഞ പോലെ ജംഗിൾ പൊളി. ജംഗിൾ പൊളി കണ്ടു നോക്കി. ലൂസിഫറിന്റെ അപ്പൂപ്പനായിട്ട് വരും. സൂപ്പറാണ് വിചാരിക്കുന്ന പോലെ ഇനി കാണോ ഒന്നും കാണോ നല്ല സിനിമയാണ്. ലൂസിഫറിന് മേളിൽ നിൽക്കുമോ? ലിസിഫറിന് മേളിൽ അടിപൊളി പടം, ഒരു രക്ഷയില്ല. ബോളിവുഡ് ലെവലോ കത്തിക്കേറി ഉറപ്പാ. ലൂസിഫറിന് മേളിൽ നിൽക്കുമോ? പിന്നെ ഉറപ്പായിട്ടും. മേക്കിംഗ് ഒക്കെ ഒന്നും പറയാനില്ല, ഇടുവോ. അവസാനം ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട്, വേറെ ലെവലായിട്ട്. വില്ലൻ പറയണ്ട, പ്രതീക്ഷ ആളാണോ? അല്ലല്ല, ഡ്രാഗൺ വില്ലൻ ചൈനീസ്. ചൈനീയ രക്ഷയില്ല. പ്രതീക്ഷിക്കത്തില്ല. ഓക്കെ, അപ്പം ലൂസിഫറിന് മേളിൽ നിൽക്കുമോ സാധനം? നെഞ്ചിരിക്കുന്നോ? അതെന്തു സൂപ്പറാണ് വിചാരിക്കുന്ന പോലെ ഇറക്കുന്നോ? ഇനി കാണോ ഒന്നും കാണോ? ഡ്രാഗൺ വില്ലൻ ആരാന്ന് പറയണ്ട, പക്ഷെ പ്രതീക്ഷ ആളാണോ? പ്രതീക്ഷ ആളാണോ? പ്രതീക്ഷിച്ച ആളാണോ അല്ലേ പറഞ്ഞത്? അല്ല, ഞാൻ പ്രതീക്ഷിച്ച ആളല്ല. അടിപൊളി, ബ്രില്യന്റ്, ഭയങ്കര പൃഥ്വിരാജിന്റെ ബ്രില്യൻസ് ഉണ്ട്. ലാലേട്ടൻ സൂപ്പർ, ഏതാ അടിപൊളി, ആ ഫീല് മാറുന്നില്ല. സൂപ്പർ പടം. കുഴപ്പമില്ല, നന്നായിരുന്നു, നല്ല പടം. സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്, കിടുവാണ്. വില്ലനെ പറ്റി പറയണ്ട, പക്ഷെ പ്രതീക്ഷ ആളാണോ? പ്രതീക്ഷ ആൾ തന്നെ. നല്ല പടം. ഡയറക്ടർ ഓറിയന്റഡ് പടമാണ്. നല്ല നല്ല വിഷ്വൽ എഫക്റ്റ് ഒക്കെയാണ്, നല്ല അടിപൊളിയായിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. ഡയറക്ടർ ഓറിയന്റഡ് പടമാണ്. ലൂസിഫറിനൊക്കെ മേളിൽ നിൽക്കും. വേറൊരു മേക്കിംഗ് ആണ്. അടിപൊളിയാണ് പടം. അടിപൊളിയാണ്, സൂപ്പറാണ്, നല്ല പടമാണ്. കുഴപ്പമില്ല. മേളിൽ നിൽക്കത്തില്ല, എന്നാലും അതിൻ്റെ ഒപ്പം തന്നെ ആവറേജ്. സൂപ്പർ. ലൂസിഫറിന്റെ അച്ഛനായിട്ട് വരും. കിട്ടുക്കം പടം, രക്ഷയില്ല. വില്ലൻ ചേട്ടൻ പ്രതീക്ഷ ആളാണോ? പറയണ്ട. പൊളി. പൃഥ്വിരാജിന്റെ സിനിമ, പൃഥ്വിരാജ് പൊളി. പൊളി. ഇല്ല സുരാജ് പറഞ്ഞ പോലെ ജംഗിൾ പൊളി. കണ്ടു നോക്കി. ലൂസിഫറിന്റെ അപ്പൂപ്പനായിട്ട് വരും. പൊളി സാധനം, അടിപൊളി. വില്ലൻ ചേട്ടൻ പ്രതീക്ഷ ആളാണോ? പറയണ്ട. ഇല്ല, പറയുന്നില്ല, അത് നിങ്ങൾ കാണും. സൂപ്പർ, വെടിക്കെട്ടുവിടം. നെട്ടിത്തരിച്ചു. സൂപ്പർ. അടിപൊളി. നല്ലോണം അടിപൊളി. പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളിയാ. ലൂസിഫറിന് മേളിൽ നിൽക്കുമോ? ഏകദേശം ആ ലെവലിൽ തന്നെ വരും. കുഴപ്പമില്ല, പടം കൊള്ളാം, നല്ലതാണ്. വില്ലൻ എങ്ങനെയുണ്ട്? വില്ലനൊക്കെ കൊള്ളാം. ഇനിയുണ്ട്, അടുത്തതിനുള്ള ചാൻസ് കൂടി ഇട്ടിട്ടാ വന്നിരിക്കുന്നത്. നല്ല സിനിമയാണ്. എമ്പുരാന്റെ അപ്പനായിട്ട് വരും. അപ്പനായിട്ട് വരും. എമ്പുരാന്റെ മേളിൽ നിൽക്കുമോ? കുഴപ്പമില്ല, വൺ ടൈം വാച്ച്. സെക്കൻഡ് ഹാഫ് അടിപൊളി കേട്ടോ. പിന്നെ ടൈലൻഡും അത്യാവശ്യം. സെക്കൻഡ് ഹാഫ് അടിപൊളി. ഫസ്റ്റ് ഹാഫ് ലാഗാന്നല്ല, സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി അടിപൊളി. കാണും മനസ്സിലാവും, നല്ലതായിരുന്നു. പിന്നെ അടുത്ത പാട് അടിപൊളിയാണ്. അമേരിക്കയിലെ ഇടിയൊന്നുമല്ല, കേരളത്തിലെ ഇടി. അതാണ് കാണേണ്ടത്. പൊളി, നാടന്തല്ല, അതാണ് കീഴ്. അടിപൊളിയാണ്. വേറെ ലെവൽ, ഒരു രക്ഷയില്ല. ബോളിവുഡ് ലെവൽ സൂപ്പർ, അതാണ് സൂപ്പർ. സെക്കൻഡ് ഹാഫ് ആണ് അടിപൊളി, ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് ഞാൻ പറയുന്നില്ല, കണ്ടാ മതി. അയ്യോ, അതിനെക്കാട്ടും മേലെ. ഇത് ബോളിവുഡ് മോഡാ. വില്ലൻ ചേട്ടൻ പ്രതീക്ഷ ആളാണോ? ഡ്രാഗൺ വില്ലൻ അല്ലല്ല, പേര് പറയുന്നില്ല. അതൊക്കെ മേലെ. മൂന്നാം പാട്ടുണ്ടോ? ഉണ്ട്. അയ്യോ, മൂന്നാം പാട്ടുണ്ട്. അതിനുവേണ്ടി വെയിറ്റിംഗ്. ഇപ്പഴേ ബുക്ക് ചെയ്ത്. ഓക്കെ, ഫാമിലി മൊത്തം സീന്. പിഴപ്പടം എന്ന് പറഞ്ഞ വാ ചോദിക്കാം. അടിപൊളി പടം. സെക്കൻഡ് ഹാഫ് അടിപൊളി. കത്തും. മൂന്നാം പാട്ടുണ്ടോ? തേർഡ് പാട്ട് എങ്ങനെയുണ്ട്? കണ്ടില്ല, കാണാൻ പോകുന്നേ ഉള്ളൂ. അടിപൊളി. എമ്പുരാന്റെ അപ്പനായിട്ട് വരും. ലൂസിഫറിന്റെ മേളിൽ നിൽക്കും. ലൂസിഫറിന്റെ ബാപ്ക. അപ്പൊ അതിന്റെ അത്ര ഒരു മാസ് കിട്ടാത്ത ലൂസിഫറിനൊക്കെ മേളിൽ നിൽക്കും. കൊള്ളാം. പടം നല്ല പടം. ലൂസിഫറിന്റെ ലെവലിൽ കുഴപ്പമില്ല. മൂന്നാം പാട്ടിന് വെയിറ്റിംഗ് ആണ്. പിന്നെ മൂന്നാം പാട്ട് വെയിറ്റിംഗ്. നമുക്കിനി അടുത്തൊരു പാട്ടിലേക്കുള്ള ഒരു ടൈലൻഡ് കുഴപ്പമില്ലായിരുന്നു, എന്നാലും നമുക്ക് ഒരു നല്ല പടം. ലൂസിഫറിന്റെ ഒക്കെ ലെവലിലുണ്ടോ? അതിന് മേളിലാണോ? അങ്ങനെ പറയാം. ലൂസിഫർ നല്ല പടം, നല്ല സിനിമ. അത് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ലൂസിഫറിന്റെ ആ ഒരു അത്രയും വന്നിട്ടില്ല.
പക്ഷെ ചെയ്തിരിക്കുന്നതെല്ലാം ബിഗ് സ്കെയിലാണ് ചെയ്തിരിക്കുന്നത്. അതാണ് പടം ഏതായാലും ഹിറ്റ് അടിക്കും. പടം ഹിറ്റൊക്കെയാണ്, പക്ഷെ നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ. ലൂസിഫർ ചെയ്തിരിക്കുന്ന ആ ഒരു ഇതില്ലേ, അത് എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടില്ല. പക്ഷെ പടം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിലൊന്നും ഒരു മാറ്റമൊന്നുമില്ല. നല്ലതായിരുന്നു. ലൂസിഫറിന്റെ ഒക്കെ മേളിൽ നിൽക്കുമോ? ലൂസിഫറിന്റെ മേളിൽ നിൽക്കും. ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? ഏറ്റവും ഇഷ്ടപ്പെട്ടതാ മോഹൻലാലിന് തന്നെ. പൃഥ്വിരാജിനെ ഇഷ്ടപ്പെട്ടില്ലേ? പൃഥ്വിരാജിന് എന്നാലും മോഹൻലാലല്ലേ കൂടുതൽ. ഞാൻ പറയാൻ ചോദിക്കട്ടെ, ഇതില് വില്ലനെ പ്രഡിക്ട് ചെയ്തായിരുന്നോ? പേര് പറയണ്ട. ഇല്ല പ്രൊഡക്റ്റ് ചെയ്തില്ല. അങ്ങനെയുണ്ട് വില്ലൻ എങ്ങനെയുണ്ട്? വില്ലൻ ഓക്കെ. കൊടൂരാണോ? എന്താണ്? കൊടൂരാണോ? കൊടൂരൊന്നല്ല. ഓക്കെ ഓക്കെ താങ്ക് യു. അതിരാവിലെ പണം കാണാൻ വന്നേരാ ചേതവുകാരൻ. ഒരു മോഹൻലാൽ ഫാൻ ആയതുകൊണ്ട്. മോഹൻലാൽ ഫാൻ ആയതുകൊണ്ട് പടം എങ്ങനെയുണ്ട്? സാറ്റിസ്ഫൈഡ് ആണോ? അടിപൊളിയാണ്. ലൂസിഫറിന്റെ മേളിൽ നിൽക്കുമോ? നിൽക്കും. ലൂസിഫർ അപ്പനായിട്ട് നിൽക്കും. നിൽക്കും. വില്ലനെ പ്രഡിക്ട് ചെയ്തായിരുന്നോ? എന്തോ വില്ലനെ പ്രഡിക്ട് ചെയ്തായിരുന്നോ? ഓൾറെഡി നോക്കിയായിരുന്നു. ഓക്കെ സെയിം തന്നെയാണ്. സെയിം തന്നെ ഉദ്ദേശിച്ച ആള് തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ച ആൾ തന്നെയാണ്. ഓക്കെ, ഇത്ര കറക്റ്റായിട്ട് എങ്ങനെ പ്രഡിക്ട് ചെയ്ത്? ചൈനക്കാരനല്ലേ? ജസ്റ്റ് ഗൂഗിൾ ചെയ്തൊക്കെ നോക്കി അറിഞ്ഞു. ഓക്കെ, അപ്പം ഇത് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ പടമാണോ? ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ പടമാണ്. ഏതായാലും ഹിറ്റ് അടിക്കും. 100 കോടി 1000 കോടി ഹിറ്റ് അടിക്കും എന്തായാലും. എനിക്ക് കോടിയൊന്നും അറിയില്ല. ഓക്കെ താങ്ക് യു.